നേരെ നിൽക്കടാടുന്ന് ബുഗാട്ടിയിട്ട് പതുക്കെ പറപ്പിക്കണേ. എടന്ന് സ്പീഡിൽ ഓടിക്കേണ്ട ആരെങ്കിലും ഈ റോഡ് ഫുള്ള് ഷോക്കാണല്ലോ. എന്നെപ്പോലെ ഒരു പ്രൊഫഷണൽ ഡ്രൈവറും ഇല്ല. നമ്മളിങ്ങനെ റോഡൊന്നും അത്ര വലിയ കാര്യമാക്കില്ല. സ്ട്രീറ്റിലേക്ക് പിടിച്ചിരുന്നൊക്കെ അല്ല പിന്നെ. അപ്പോൾ ഗെയ്സ് വെച്ച് കേൾക്കാൻ നമ്മുടെ ഗെയിം വെച്ചാൽ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ ഒരു ഗ്ലിച്ചാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഗ്ലിച്ചാണ് വേറെ ലെവൽ ഗ്ലിച്ചാണ്, അടിപൊളി ഗ്ലിച്ചാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഗൈസ്, അടിപൊളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ നീട്ടി വന്ന് ഞാൻ ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് ഇനി ഞാൻ സ്റ്റിക്കി ബോംബ് ഇടണം ഗൈസ്. ഞാൻ സ്റ്റിക്കി ബോംബ് എടുത്ത് വന്ന് എൻ്റെ കാണുന്ന ട്രെയിൻ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് സ്റ്റിക്കി ബോംബ് ഇടാം. നല്ല കുറേ ഇടണം ഗൈസ്, എത്രത്തോളം ഇടണം അത്രത്തോളം ഇടണം നല്ലത്. ഞാൻ ഇവിടെ ഒരു 101 ബോംബ് ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ 101 സ്റ്റിക്കി ബോംബ്സ് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വിട്ടിക്കണം, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ, ഞാൻ ഇവിടെ വിട്ടുന്നിടണേണ്ടി നിങ്ങൾ RPG എടുത്തിട്ട് ഈ കാണുന്ന ട്രെയിനിൻ്റെ സ്റ്റിക്കി ബോംബിൻ്റെ അവിടെ ഇട്ട് രണ്ട് ഫയർ ചെയ്യുക. ഓക്കെ, എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഫയർ ചെയ്യണം. ഓക്കെ, എന്താ പൊട്ട് ഓക്കെ 1-2 പ്രാവശ്യം ഫയർ ചെയ്യണമെന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ടായിട്ടാ. ഇപ്പം എന്താ നോക്കി ഇതാ, ഞാൻ ഇപ്പോൾ സ്ലോ മോഷനിൽ കാണിച്ചെടുത്ത് നോക്കി. ട്രെയിനിൻ്റെ പാർട്സൊക്കെ പറന്ന് കളിക്കുന്നുണ്ട. അങ്ങനെയുണ്ട് ശരിച്ചങ്ങനെ ഉണ്ട്. ഇതാക്കണ്ട, പാർട്സ് ഇങ്ങനെ കറങ്ങി കറങ്ങി പറന്ന് പോകണുണ്ട. ഓരോ പാർട്സ് ഇങ്ങനെ എയറിൽ കിടന്നിട്ട് ഇതാ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നുന്നു. ഒക്കെ ഇതാ പോണു. ഈ ഗ്ലിച്ച് എങ്ങനെ ഉണ്ട്? ആൻഡ് ഈ ട്രെയിനിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയാൽ നമുക്ക് എന്താ ഉണ്ടാവുക? അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. A few moments later. അങ്ങനെ ഗൈസ്, ഞാനിവിടെ ഒരു 100 ബോംബിന് പകരം ഒരു 66 ബോംബുകളൊക്കെ ഇട്ടപ്പോൾ ഇതിങ്ങനെ വന്നു. ആൻഡ് ഇനി എങ്ങനെയാണ് ആ ഗ്ലിച്ച് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. ഇവിടെ കൂടെ അല്ല അപ്പുറത്ത് കൂടെ കയറട്ടെ. ഇവിടെ ഇനിയും ബോംബുകൾ ബാക്കിയുണ്ട് ഫ്രണ്ടിൽ. 64 ബോംബ് ഇട്ടതിൽ കുറച്ചേ പെട്ടിട്ടുള്ളൂ, ബാക്കിയുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറി. ഇനി ഞാൻ ട്രെയിൻ ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ഒരു ഗ്ലിച്ച് സംഭവിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെയിൽവേ പാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സോ അതും കൂടി എങ്ങനെയെന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഞാൻ പാളത്തിൽ നിന്ന് പോയി ഭൂമിയുടെ അടിയിലോട്ട് പോകണം. ഓക്കെ, ആ ഒരു ഗ്ലിച്ച് സംഭവിച്ചതാ. എൻ്റെ അമ്പോ, ഇതെന്താണ് അമ്പോ? അയ്യോ അയ്യാ അമ്മേ, അമ്മേ അയ്യോ, ഇതെന്താ സംഭവിക്കണേ? നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെ, അല്ലാതെ ഇങ്ങനെ ട്രെയിനിൻ്റെ വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ അമ്പതാ ഭൂമിയുടെ അടി പോണ്. ആ ട്രെയിൻ എങ്ങോട്ടാ പോണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും. എങ്ങോട്ടാ പോണെന്ന് നിൽക്കുക അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ഇത് തീരൂലേ? ഓക്കെ, ഇതെന്തൊക്കെ മറ്റേ ആ കടലിൻ്റെ അടിയിൽ പോയപ്പോൾ ഉള്ള പോലത്തെ അതന്നെ. കടലിൽ കടന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനം കണ്ടില്ലേ? ആ വീഡിയോ കാണാത്തതിനുണ്ടെങ്കിൽ കണ്ടോട്ടാ. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആ ഒരു വീഡിയോയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു കടലിൽ കടന്നപ്പോൾ. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ? 2000 years later. വേറെ നേരെ കേസ് ഇങ്ങനെ നിൽക്കണേ. ഇതൊന്നും കഴിയൂല, എനിക്ക് ഉറപ്പാണ്. നമുക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങി നോക്കിയാലോ? ഓക്കെ, ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുഴപ്പമുള്ളൂ. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇനി കടലിൽ ഇറങ്ങിയ പോലെ തന്നെ ഇനിയും കുറേ നേരം എടുക്കും. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്, നിങ്ങൾക്ക് ഈ ക്ലിച്ച് കിട്ടിയതല്ലേ. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 30K ലൈക്കാണ്. അടിച്ചു പൊട്ടിക്കുക, അടിക്കണം. അപ്പോൾ പിന്നെ ഒരു വീഡിയോ വരാം. ഇൻട്രോ മാത്രമല്ലല്ലോ, ഔട്ട്രോ ഇങ്ങനെ തെറ്റുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, മറ്റൊരു വീഡിയോ വരാം. ബൈ.